2012 എന്ന പേരിൽ ബഹ്റൈൻ കേരളീയ സമാജം ഓണം ഈദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 20 മുതൽ 31 വരെ നടക്കുന്ന പരിപാടികളുടെ സമാപന സംഗമത്തിൽ കേരള നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ മുഖ്യാതിഥിയായിരിക്കും. 2008 ഓഗസ്റ്റ് 30-ന് 17 കോടിയിൽ പരം രൂപയ്ക്ക് തുല്യമായ 1.2 ദശലക്ഷം ബഹ്റൈൻ ദിനാർ ചിലവഴിച്ച് നിർമ്മിച്ച ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആഘോഷ പരിപാടിയാണ് പൂവിളി 2012. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ 11 ദിവസമായിട്ടാണ് ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കൊല്ലം ഫെസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ദിവസത്തെ ഓണാഘോഷം അത്തപ്പൂക്കള മത്സരത്തോടെയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസങ്ങളായി ഈദ് ആഘോഷം, ആവണി പൊന്നൂഞ്ഞാൽ, പാലക്കാടൻ ഫെസ്റ്റ്, ഘോഷയാത്ര, തിരുവാതിര മത്സരങ്ങൾ, നാടകഗാനങ്ങൾ, നാടൻ കലാമേള, മാവേലിക്കര ഫെസ്റ്റ്, സമാപന സമ്മേളനം, ഓണസദ്യ എന്നീ ക്രമത്തിലാണ് ഓരോ ദിവസങ്ങളായി പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാട്ടിൽ നിന്നുള്ള പ്രശസ്ത ഗായകരായ അജയൻ, ഹനീഫ് നമ്രാണി, നബീസ കാസർകോട് എന്നിവർ പങ്കെടുക്കുന്ന ഈദ് നില ഇന്ത്യ വിഷൻ ബഹ്റിനാണ് സംഘടിപ്പിക്കുന്നത്. തുടർന്ന് നടക്കുന്ന ദിവസങ്ങളിൽ MG ശ്രീകുമാർ, ബാലഭാസ്കർ, റിമി ടോമി, വിവേകാനന്ദൻ, തുഷാർ, ശ്രീനാഥ്, മൃദുല വാര്യർ, സിനിമോൾ, അമ്മു, മനോജ് നാരായണൻ തുടങ്ങി കേരളത്തിൽ നിന്ന് 25ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. നാട്ടിലെ ഏറ്റവും മികച്ച കലാകാരന്മാരെ ഇവിടെ വിളിച്ചു വരുത്തുക, അവരുടെ പരിപാടികൾ കാണാനുള്ള അവസരം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ലബ്ധപ്രതിഷ്ഠരായ കലാകാരന്മാരെ അവതരിപ്പിച്ചുള്ള പരിപാടികൾ നടത്തുക. ഇങ്ങനെ 2 ദിശയിലാണ് ഓണം നമ്മൾ ആഘോഷിക്കുന്നത്. പഴയിടം മോഹനൻ നമ്പൂരി ഒരുക്കുന്ന ഓണസദ്യയിൽ 3500ഓളം പേർ പങ്കെടുക്കും. സമാജത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, കലാവിഭാഗം സെക്രട്ടറി മനോഹരൻ പാവർട്ടി, ട്രഷറർ സതീന്ദ്രൻ, മുരളീധരൻ തമ്പാൻ, ജയൻ S നായർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യ വിഷൻ, ബഹ്റൈൻ.